കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പൂർത്തിയായി. ഇലക്ഷൻ റിസൾട്ട് വന്നു. റിസൾട്ടിൽ കൂടുതൽ വിജയിച്ചിട്ടുള്ളത് UDF സ്ഥാനാർത്ഥികളാണെന്ന് മനസ്സിലാക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ഭരണവിരുദ്ധ വികാരം എന്നുള്ള രീതിയിൽ വന്നു എന്നുള്ള രീതിയിലൊക്കെ ആക്ഷേപം ചാനലുകളിലും മറ്റും ചർച്ചയായി വരുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും രാഷ്ട്രീയ കക്ഷികൾ വിജയിച്ചവരായാലും പരാജയപ്പെട്ടവരായാലും യാഥാർത്ഥ്യം മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോകണം എന്നുള്ള അഭ്യർത്ഥനയോടെ ഞാൻ മുമ്പ് അഥവാ 2-3 ദിവസങ്ങളിലായിട്ട് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു വിഷയമുണ്ട്. പറപ്പൂർ പഞ്ചായത്തിലെ 10-ാം വാർഡിലെ LDF സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി വന്നിട്ടുള്ള ഫഹദ് അമ്പലവൻ കുളപ്പുരയ്ക്കൽ ഫഹദ്, ഇയാൾക്കെതിരായിട്ടെന്നുള്ള രീതിയിൽ ഞാൻ എൻ്റെ വ്യക്തമായ ധാരണയോട് കൂടിയുള്ള കാര്യങ്ങൾ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് തുടർ ചലനങ്ങൾ ഈ വാർഡിലും മറ്റും പരിസര പ്രദേശങ്ങളിലും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നു. സ്വാഭാവികമായിട്ടുള്ള ഒരു പരാജയം എന്നുള്ള രീതിയിൽ ഇന്ന് അദ്ദേഹം, അല്ലെങ്കിൽ അയാൾ, അങ്ങനെ പറയുന്നുള്ളൂ, അവൻ വ്യക്തമായ രീതിയിൽ 10 നിസ്സാര വോട്ടിന്റെ തോൽവിയിലാണെങ്കിൽ പോലും ന്യായം മനസ്സിലാക്കിയിട്ട് ജനങ്ങൾ വിധി എഴുതിയെന്ന് മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ ന്യായം മനസ്സിലാക്കി വിധി എഴുതിയ ജനങ്ങളോട് നന്ദി സൂചിപ്പിക്കുന്നതോടൊപ്പം നിങ്ങൾക്ക് വ്യക്തമായ കാഴ്ചപ്പാടോടുകൂടിയും വിധേയത്വം കൂടാതെയും രാഷ്ട്രീയ അടിമത്തം കൂടാതെയും വ്യക്തമായ ധാരണയോടുകൂടി വരും തലമുറകൾക്ക് കൂടി ഉപയോഗപ്രദമാകുന്ന രീതിയിൽ മുന്നോട്ട് പോകാനുള്ള സ്ഥാനാർത്ഥികളെ നിർദ്ദേശിക്കാനും അതുമായി ബന്ധപ്പെട്ടവരെ പ്രവർത്തിക്കാൻ യോഗ്യമായിട്ടുള്ള വ്യക്തികൾ മുന്നോട്ട് വരാനുള്ള സാഹചര്യം ഒരുക്കാനും ജനപ്രതിനിധി എന്നുള്ള രീതിയിൽ ജനങ്ങളെ ചൂഷണം ചെയ്യാനോ ജനങ്ങളോട് മറ്റൊരു തരത്തിലും വിധേയത്വം കൂടാതെ പ്രവർത്തിക്കാനും സാധിക്കുന്ന വ്യക്തികളെ നിങ്ങൾ ഇലക്ഷനിൽ മത്സരിപ്പിക്കുന്നു എന്നത് ഉറപ്പാക്കാനും ജനങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളത് പ്രത്യേകം നിർദ്ദേശിക്കുന്നു. പൗരന്മാർക്ക് സംരക്ഷണം ഒരുക്കാൻ ബാധ്യതപ്പെട്ടവരാണ് ഞാൻ പറഞ്ഞല്ലോ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും. സ്വാഭാവികമായിട്ടും പൗരന്മാർക്ക് സുരക്ഷ ഉറപ്പാവുന്നുണ്ട് എന്നത് വേറെ ഒന്നും സംഭവിച്ചിട്ടില്ലെങ്കിലും സുരക്ഷയുടെ കാര്യത്തിലെങ്കിലും വിട്ടുവീഴ്ചയില്ലാതെ മുന്നോട്ട് പോകാനുള്ള സാഹചര്യം ഒരുക്കുന്നുണ്ട് നിങ്ങളുടെ ജനപ്രതിനിധികൾ എന്നത് നിങ്ങൾ വളരെ അധികം ശ്രദ്ധയോടെ നോക്കിക്കാണണം. പിന്നെ സ്വാഭാവികമായിട്ടുള്ള തോൽവി എന്നുള്ള രീതിയിൽ അല്ലെങ്കിലും ഇയാൾക്ക് തോൽവി രുചിക്കാനുള്ള സാഹചര്യം വന്നത് എന്തുകൊണ്ടാണെന്നുള്ളത് നിങ്ങൾ വ്യക്തമായി പഠിക്കണം. ഞാൻ ആരോപിച്ച കാര്യങ്ങളിൽ ഏതെങ്കിലും തരത്തിൽ സത്യവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളുണ്ടോ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ വേണ്ട സപ്പോർട്ട് സ്വാഭാവികമായിട്ട് ഒരു പൗരൻ എന്നുള്ള രീതിയിൽ ഞാൻ ആവശ്യപ്പെടുന്നുണ്ട്. നിയമപരമായിട്ടുള്ള സാഹചര്യങ്ങൾ ഒരുക്കി തരാൻ സ്വാഭാവികമായിട്ടും ഓരോ വ്യക്തിക്കും നാളെ ആർക്കും സംഭവിക്കാവുന്ന കാര്യങ്ങളാണ്. അപ്പം അത്തരം കാര്യങ്ങളിൽ വൈരാഗ്യ ബുദ്ധിയോടെയോ അല്ലെങ്കിൽ വിവേചനത്തോടെയോ അല്ലെങ്കിൽ വ്യക്തി താല്പര്യത്തോടെയോ ഈ തരത്തിലൊന്നും ബന്ധപ്പെടാത്ത വ്യക്തികളെ തിരഞ്ഞെടുക്കാനുള്ള ബാധ്യത നിങ്ങൾ ശ്രദ്ധിക്കണം. ആ ഒരു കാര്യത്തിൽ ബാധ്യത നിങ്ങൾ വരുത്താനുള്ള സാഹചര്യം ഉണ്ടാവണം. നമ്മുടെ കേരളത്തിൽ മാക്സിമം സൗഹൃദാന്തരീക്ഷം തന്നെയാണ് നിലവിലുള്ളത്. ആ ഒരു തരത്തിൽ മുന്നോട്ട് പോകണം. പിന്നെ ഈ ഒരു ബേസിക് വിഷയത്തിൽ വ്യക്തമായിട്ടുള്ള രീതിയിലുള്ള അഭിപ്രായങ്ങൾ ഞാൻ രേഖപ്പെടുത്തിയിരുന്നതാണ്. അത് ഇനിയും തുടരുക തന്നെ ചെയ്യും. ആ അഭിപ്രായത്തിൽ നിന്ന് മുന്നോട്ട് പോകാൻ എന്നെ കൊണ്ട് സാധിക്കില്ല. കാരണം അഭിപ്രായങ്ങളല്ല, അത് വ്യക്തമായിട്ടുള്ള എൻ്റെ അവകാശ നിഷേധങ്ങളും എനിക്ക് സംഭവിച്ച കാര്യങ്ങളിലുള്ള വ്യക്തമായ പ്രതിഷേധവും കൂടിയാണ് ഞാൻ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അത് ഇനിയും തുടരുക തന്നെ ചെയ്യും, ഒരു സംശയവും വേണ്ട. പിന്നെ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്നുള്ള രീതിയിലൊക്കെ ഭീഷണിപ്പെടുത്തി എന്നുള്ള രീതിയിൽ ഒരു കേൾവിയൊക്കെ കിട്ടും. ആവകധാരണയൊന്നും വേണ്ട. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു ബേസിക് വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ ഒരുപാട് ദുരിതം അനുഭവിച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. എത്രത്തോളം പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല. അപ്പോൾ ആ ഒരു രീതിയിൽ ഒരു പ്രതിസന്ധിയിലൊക്കെ കടന്നുപോയി എനിക്ക് പ്രത്യേകിച്ച് ഇവൻ്റെ ഒന്നും ഉമ്മാക്കി കണ്ട് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ അത്രയും പറയാനുള്ളൂ. അപ്പോൾ ജനപ്രതിനിധി എന്നത് ജനങ്ങളുടെ സംരക്ഷണം കൂടെ ബാധ്യതപ്പെട്ടവരാണ് എന്നത് വീണ്ടും ഉണർത്തുന്നതോടൊപ്പം നിലവിൽ ജനപ്രതിനിധിയായിട്ടുള്ള വ്യക്തികൾ കേരളത്തിൽ ഒട്ടനവധി വ്യക്തികൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അവരെല്ലാം ചിന്തിക്കേണ്ടത് ഏതെങ്കിലും രാഷ്ട്രീയ കക്ഷിയുടെയോ മറ്റോ പിൻബലം കൊണ്ട് മാത്രം നിങ്ങൾക്ക് ഒരു പരിധി വിട്ടൊന്നും മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ടത് നിങ്ങളെന്ന വ്യക്തിയിലൂന്നി രാഷ്ട്രീയ പ്രവർത്തനം തുടർന്ന് നടത്താനുള്ള സാഹചര്യം നിങ്ങൾ രൂപപ്പെടുത്തിയെടുക്കണം. അതേത് രീതിയിലേ സാധിക്കൂ. ജനങ്ങളോട് സഹവർത്തിത്വത്തോടെയും അല്ലെങ്കിൽ അനുഭാവപൂർണ്ണമായും ജനങ്ങൾക്ക് വ്യക്തമായ രീതിയിൽ വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുത്തും, അഥവാ വേണ്ട കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ട്രാഫിക് പാത ചെയ്തു കൊടുത്തുമായിട്ടുള്ള പരിപാടിയല്ല, ന്യായമായിട്ടുള്ള അവകാശ സംരക്ഷണങ്ങളും മറ്റും. അല്ലാതെ തനിക്ക് വോട്ട് ചെയ്തു അല്ലെങ്കിൽ വോട്ട് ചെയ്യും എന്ന കാര്യത്തിന് എന്ത് തന്തയില്ലായ്മക്കും കൂട്ടു നിൽക്കേണ്ട ആവശ്യമൊന്നും ആർക്കില്ല. നിയമവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ഒഴികെ മറ്റെല്ലാ അവകാശ കാര്യങ്ങൾക്കും കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്ത് ആർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുത്താൽ വീണ്ടും നിങ്ങൾക്ക് ഇതിലും വലിയ സ്ഥാനമാനങ്ങൾ കൈവരിക്കാവുന്നതേ ഉള്ളൂ എന്നത് പ്രത്യാശിക്കുന്നു. സ്വാഭാവിക നേട്ടങ്ങളായിട്ട് നിങ്ങളിത് കാണേണ്ടതില്ല. സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ഈ ഒരു അവസരം വന്നത് ജനങ്ങളെ സേവിക്കാനുള്ള അവസരമായി കൂടെ കാണണം എന്നതേ അഭിപ്രായപ്പെടാനുള്ളൂ. അല്ലാണ്ട് മാക്സിമം ചോർത്തിയെടുക്കാനുള്ള അല്ലെങ്കിൽ മാക്സിമം ലൂട്ട് ചെയ്ത് കൊണ്ടുപോകാനുള്ള വൈരാഗ്യ ബുദ്ധിയോടൊന്നും സാധാരണ രീതിയിൽ നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ ഇന്ത്യ മഹാരാജ്യത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ രീതിയിലൊക്കെയാണല്ലോ. രാഷ്ട്രീയ സ്ഥാനാർത്ഥികളായിട്ടോ മറ്റോ വരും, പിന്നെ സ്വാഭാവികമായിട്ടും മാക്സിമം ചോർത്തിയെടുക്കാം, ഖജനാവ് കാലിയാക്കാം എന്നുള്ള രീതിയിലുള്ള ജനങ്ങളോടുള്ള വൈരാഗ്യ ബുദ്ധിയോടെ മുന്നോട്ട് പോകുക എന്നുള്ള രീതിയിലാണ് നമ്മുടെ നാട്ടിലുള്ള നിലവിലുള്ള ഇലക്ഷൻ റിസൾട്ടുകളും മറ്റല്ലെങ്കിൽ വീണ്ടും ബൈ ഇലക്ഷൻ വരുമ്പോഴും എത്രത്തോളം ക്രിമിനൽ കേസുകൾ പ്രതിയായിട്ടുള്ള വ്യക്തികളാണ് സ്ഥാനാർത്ഥികളായിട്ടും മറ്റും മുന്നോട്ട് പോകുന്നത്. അതിലൊക്കെ നിങ്ങൾക്ക് ചിന്തിച്ചാൽ മനസ്സിലാക്കും. അതിൽ നിന്നൊക്കെ ഒരു മാറ്റം വരണം. കുറേയൊക്കെ കാലഘട്ടം മാറിയില്ലേ, ഡിജിറ്റൽ യുഗല്ലേ, അതിൻ്റെതായിട്ടുള്ള മാറ്റം നമുക്ക് സ്വാഭാവികമായിട്ടും വരണ്ടേ. ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് പ്രവർത്തിക്കാനും
കണ്ട തെമ്മാടിത്തരങ്ങൾക്കും മറ്റും കുടപിടിക്കേണ്ട ഒരു ബാധ്യതയും നിങ്ങൾക്കില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് പ്രവർത്തിക്കണം. ഒരിക്കലും ഒരിടത്തും വഴങ്ങാതെ ആർക്കും വിവേചനപൂർവ്വമല്ലാതെ പ്രവർത്തിക്കാനുള്ള ബാധ്യത നിങ്ങളിലുണ്ട് എന്നുള്ളത് നിങ്ങൾ സ്വയം വിലയിരുത്തണം. ഇത് നിങ്ങൾക്ക് ജനങ്ങൾ തന്നിട്ടുള്ള നിങ്ങളിലുള്ള പ്രതീക്ഷ കൂടിയാണ്. അത് നിങ്ങൾ കളയരുത്. സ്വാഭാവികമായിട്ട് നിങ്ങൾ വിജയസാധ്യത നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ പാർട്ടി പ്രവർത്തകരുള്ള പാർട്ടിയാണ് കേരളത്തിൽ CPIM ആണ്. CPIMന്റെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള ഗോവിന്ദൻ മാഷ് തന്നെ പറഞ്ഞിട്ടുള്ളത് വെറും 10 ലക്ഷം അംഗങ്ങളാണ് ഞങ്ങളുടെ പാർട്ടിക്കുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ ഈ 10 ലക്ഷം പേര് പ്രവർത്തകരായിട്ടും മറ്റും അനുഭാവികളായിട്ടുള്ള ഒരു സംഘടന അല്ലെങ്കിൽ പാർട്ടി, ഇവർക്ക് പോലും കേരളത്തിൽ ആകെ 3-3.5 കോടി ജനങ്ങളുണ്ട്. അവരുടെ എത്ര ശതമാനം വരുന്നുള്ളൂ പ്രാതിനിധ്യം? നിങ്ങൾ ചിന്തിച്ചാൽ മതി. അപ്പോൾ ബാക്കി വരുന്ന ബഹുഭൂരിപക്ഷം ജനങ്ങൾക്കും ഒരു പാർട്ടിയോടും വല്ലാണ്ട് കമ്മിറ്റ്മെന്റ് ഇല്ല എന്നുള്ളതാണ്. യാഥാർത്ഥ്യബോധത്തോടു കൂടി കാര്യങ്ങൾ കണ്ട് മനസ്സിലാക്കി മുന്നോട്ട് പോകണം. കാരണം പാർട്ടികളിലുള്ള വ്യക്തികളാണ് അധികം ഒരു 90% കാര്യങ്ങളിലും സ്ഥാനാർത്ഥികളായൊക്കെ വരുന്നത്. അതിപ്പോൾ പാർലമെന്റിലും നിയമസഭാ കാര്യങ്ങളിലൊക്കെ വരുമ്പോൾ 100% തന്നെ പറയാം. ബാക്കി വാർഡ് കാര്യങ്ങളിലൊക്കെ വരുമ്പോൾ 90ന്റെ അബോവ് ആ ഒരു രീതിയിൽ പാർട്ടി സ്ഥാനാർത്ഥികൾ തന്നെയാണ് നിലവിലും വന്നുകൊണ്ടിരിക്കുന്നത്. ഈ പറഞ്ഞ രീതിയിൽ ഗോവിന്ദമാഷിന്റെ കണക്ക് പ്രകാരം അല്ലെങ്കിൽ യാഥാർത്ഥ്യ കണക്ക് പ്രകാരം തന്നെ പറഞ്ഞാൽ 10 ലക്ഷം പേരോളം അംഗങ്ങൾ മാത്രമുള്ള ഒരു സംഘടന അല്ലെങ്കിൽ ഒരു പാർട്ടി മാത്രം വിചാരിച്ചിട്ട് കേരളം ഒരു പരിധി വിട്ടൊന്നും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. ജനങ്ങൾ മാറി തുടങ്ങി. അപ്പോൾ ആ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കി പാർട്ടി പ്രവർത്തകരാണെങ്കിലും പാർട്ടി അണികളാണെങ്കിലും പാർട്ടി നേതാക്കന്മാരാണെങ്കിലും യാഥാർത്ഥ്യം മനസ്സിലാക്കിയിട്ട് ജനങ്ങളെ പിന്നെ മതത്തിന്റെ പേരിലോ അല്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ടുള്ള മറ്റു കാരണങ്ങൾ കൊണ്ടോ ഡിസ്ക്രിമിനേറ്റ് ചെയ്തോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ദ്രോഹിച്ചോ മാക്സിമം ഖജനാവ് ചോർത്തി എടുക്കാന്നുള്ള ഒരു കാര്യത്തിലൊന്നും മുന്നോട്ട് പോകേണ്ട കാലമൊക്കെ കഴിഞ്ഞു. അപ്പോൾ അത് മനസ്സിലാക്കി എന്ത് തന്നെ ആയാലും അടുത്ത് തന്നെ നിയമസഭാ ഇലക്ഷൻ വരുന്നുണ്ട്. ആ ഒരു കാര്യത്തിലും ജനങ്ങൾ ശ്രദ്ധാലുക്കളായിട്ട് വോട്ട് ചെയ്യാനുള്ള അവനവന്റെ കാര്യങ്ങൾ ഏതൊരു പാർട്ടിക്കായാലും ആ സ്ഥാനാർത്ഥികളെ കൂടി നോക്കിയിട്ട് മനസ്സിലാക്കിയിട്ട് വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ കൂടി താല്പര്യപ്പെട്ട് വരുന്നില്ല എന്ന് മാക്സിമം ഉറപ്പുവരുത്തിയിട്ട് മുന്നോട്ട് പോകണം. അതുപോലെ സ്ഥാനാർത്ഥികളായിട്ട് നിൽക്കുന്ന വ്യക്തികൾക്കെതിരെ ഏതെങ്കിലും തരത്തിലുള്ള കുറ്റകൃത്യങ്ങളിലോ മറ്റോ പങ്കാളികളായിട്ടുള്ള വ്യക്തിയാണോ, ആ കുറ്റകൃത്യങ്ങളിൽ ന്യായമായിട്ടുള്ള കാര്യങ്ങളിലാണോ ഇയാൾ കുറ്റകൃത്യത്തിൽ പങ്കാളിയായിട്ടുള്ളത് എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് അയാളെ സ്ഥാനാർത്ഥിയാക്കാനും അല്ലാത്ത രീതിയിലാക്കാനും യോഗ്യതപ്പെട്ടവർ നേതാക്കന്മാരായി നിലവിൽ ഉണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. അവർ ആ പ്രവർത്തനം തുടരുമെന്ന് പ്രത്യാശിക്കുന്നു. ഇപ്പൊ ഈ ഒരു ബേസിക് വിഷയത്തിൽ നമ്മൾ പറയുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ ഒരു 10ാം വാർഡിന്റെ വിഷയത്തിൽ നിസ്സാര ഭൂരിപക്ഷത്തോടെ ആണെങ്കിലും എതിർ കക്ഷിയിൽപ്പെട്ട വ്യക്തി വിജയിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ന്യായമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ അല്ലെങ്കിൽ വഞ്ചന രീതിയിലല്ലാത്ത രീതിയിൽ ജനങ്ങൾക്ക് അർഹിക്കുന്ന രീതിയിലുള്ള പരിഗണന നൽകി അർഹിക്കുന്ന രീതിയിൽ വാർഡിലേക്കുള്ള വികസനം കൊണ്ടുവന്ന് വാർഡിലേക്ക് വേണ്ട ഫണ്ട് കാര്യങ്ങളെല്ലാം വേണ്ട രീതിയിൽ വിനിയോഗിക്കാനും മറ്റും അദ്ദേഹത്തിനാവട്ടെ എന്ന് പ്രത്യാശിക്കുന്നതോടൊപ്പം ഫഹദേ, സ്വാഭാവികമായിട്ടും നീ ഇത്തരം കാര്യങ്ങൾ ഇത്രത്തോളം കഷ്ടപ്പെട്ടു കാര്യങ്ങളൊക്കെ സ്വാഭാവികമായിട്ട് ഇത്രത്തോളം കഷ്ടപ്പാടൊക്കെ സഹിച്ചാണല്ലോ വോട്ട് മാക്സിമം ചെയ്യാനുള്ള രീതിയിൽ നിന്റെ ഒരു വോയിസ് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. ഞാനിതൊന്നും ഇതിലിടുന്നില്ല. മാക്സിമം സ്വാഭാവികമായിട്ടും വിജയം ഉറപ്പിച്ച മട്ടിലായിരുന്നു, അത്തരത്തിലായിരുന്നു നിന്റെയൊക്കെ ഒരു സംസാരം. വാട്സപ്പിൽ കിട്ടിയതാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും നിന്നോട് പറയാനുള്ളത് ഒരാളെയും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യേണ്ടതില്ല. മനസ്സിലായ? നീ വലിയവനാണെന്ന് കരുതി ഞാൻ ചെറിയവനാണെന്നില്ല. അത്രയും മനസ്സിലാക്കിയാൽ മതി. ഓക്കെ? അതിനു പുറമെ ആരെയും വില കുറച്ച് കാണേണ്ടതില്ല. പുറമെ എനിക്കുണ്ടായ അനുഭവങ്ങളിൽ സ്വാഭാവികമായിട്ടും നിന്നെക്കൊണ്ട് ഞാൻ ഇക്ഷ ഇണ്ണ വരപ്പിക്കും. അതിലൊരു അംശമില്ല. നിനക്ക് എത്ര വലിയ കൊടി കിട്ടിയ രാഷ്ട്രീയ പാർട്ടിയുടെ പിന്തുണ ഉണ്ടെങ്കിൽ പോലും. കാരണം എൻ്റെ ഭാഗത്ത് ന്യായമാണ്. ഞാൻ അത് മാത്രമേ കാണുന്നുള്ളൂ. എൻ്റെ ഭാഗത്ത് ന്യായമാണ്, അതുപോലെ എൻ്റെ ഭാഗത്ത് സത്യമുണ്ട്. ഇത് മനസ്സിലാക്കിയിട്ട് ഞാൻ എവിടം വരെ പോകാൻ പറ്റുമോ അവിടം വരെ ഞാൻ പോകും. സ്വാഭാവികമായിട്ട് നിനക്ക് പറ്റാവുന്ന രീതിയിൽ നീ എത്രത്തോളം തോട്ടിപ്പണി എടുത്തും അല്ലെങ്കിൽ നേതാക്കന്മാരെ കാല് തിരുമ്മി കൊടുത്തും വേണ്ട രീതിയിൽ നീ എനിക്കിട്ടുള്ള പണി തുടങ്ങിക്കോ. ഒരു പ്രശ്നമില്ല. തുടങ്ങുന്നതിനൊന്നും പ്രശ്നമില്ല. പക്ഷെ അവിടെ നീ ചിന്തിക്കണം, നീ അവസാനിപ്പിക്കുന്നിടത്ത് ഞാൻ തുടങ്ങും. അത് ഉറപ്പുള്ള കാര്യം. നീ അവസാനിപ്പിക്കുന്നിടത്ത് ഞാൻ തുടങ്ങും. അത്രേ പറയാനുള്ളൂ. അത് ഫഹദ ആയിക്കോട്ടെ, റാഫി ആയിക്കോട്ടെ, കൂടെയുള്ള ശിങ്കിടി കൂട്ടങ്ങളായിക്കോട്ടെ, ഒരു പ്രശ്നമില്ല. പൊട്ടക്കുളത്തിലെ തവളകളെ പോലെ നേരത്തെ വീഡിയോ പറഞ്ഞ പ്രകാരം നീയൊക്കെ നിർത്തുന്നിടത്തുനിന്ന് ഞാൻ അത്രേ പറയാനുള്ളൂ. അപ്പോൾ ഞാനിവിടെ നിർത്തുന്നു. ഇപ്പോൾ വിജയിച്ച സ്ഥാനാർത്ഥിക്ക് വിജയാശംസകൾ നേരുന്നു. അത് ജനങ്ങൾ കൊടുത്ത മാൻഡേറ്റ് വേണ്ട രീതിയിൽ വിനിയോഗിക്കാനുള്ള അവസരം നിങ്ങൾക്ക് ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. അത്രേ പറയാനുള്ളൂ.